കരുതി കൂട്ടിയൊരു കൊലപാതകത്തിലേക്ക് അഫ്സാൻ കടന്നതിൻ്റെ കാരണം എന്താണ്? അഫ്സാനിലേക്ക് കൊലക്കത്തിയുമായി എത്തുന്നതിന് മുൻപ് തന്നെ മാതാവിനെ, അമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. മരിച്ചുവെന്ന് കരുതി അവിടെ റൂമിൽ ഉപേക്ഷിച്ച് പോയതാണ്. അതിന് പിന്നാലെയാണ് അഫ്സാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടിൽ മാതാവിനെ കാണുന്നില്ല. അടുത്ത വീട്ടുകാരുമായൊക്കെ സംസാരിക്കുന്നുണ്ട് മാതാവിനെ കുറിച്ച്. അങ്ങനെയാണ് അഫ്സാൻ അവിടേക്ക് എത്തുന്നത്. അഫ്സാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കുന്നു, അതൊക്കെ കഴിക്കാൻ നിർബന്ധിക്കുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിലൊരു അരും കൊല നടത്തിയത് എന്നുള്ളതാണ്. വിജിൻ, ഇതിൽ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ചുറ്റുവട്ടത്തുമൊക്കെയുള്ള ആളുകൾ ഏറ്റവും നൊമ്പരത്തോടെ പറഞ്ഞിരുന്നത് അഫ്സാൻ എന്ന 13 വയസ്സുകാരൻ്റെ കാര്യം കൂടിയാണ്. ആ കുട്ടി എല്ലാവരുമായും വളരെ സൗഹാർദ്ദത്തിലൊക്കെ പെരുമാറിയിരുന്ന കുഞ്ഞാണ്. മാത്രമല്ല ഈ അഫ്സാനാകട്ടെ വളരെ സ്നേഹത്തോടെ സഹോദരനെ, അനിയനെ, 13 വയസ്സ് മാത്രമുള്ള അനിയനെ കൊണ്ടു നടന്നിരുന്നത് അവർക്കൊക്കെ അറിയാവുന്നതുമാണ്. എന്നിട്ടും എന്തിന് ഇങ്ങനെയൊരു ക്രൂരത ഈ കുഞ്ഞിനോട് പോലും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് പേർ അഫ്സാനെ ഒരു അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ എത്തുന്നുണ്ടല്ലേ? തീർച്ചയായും നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ, സഹപാഠികൾ, അധ്യാപകർ, സമൂഹത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും ഏറെ നെടുക്കത്തിലും ദുഃഖത്തിലുമാണ് ഇവരെല്ലാം ഉള്ളത്. എന്തിനാണ് ഇങ്ങനെയൊരു നിഷ്ഠൂരമായ കൊലപാതകം അഫ്സാൻ നടത്തിയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ദുരൂഹതമായി തന്നെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. അത് നീക്കണമെങ്കിൽ അഫ്സാനെ കൂടുതൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ എത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഒക്കെ പോലീസിന് കടക്കണം. എന്തായാലും നിലവിൽ ഉള്ള പ്രാഥമിക വിലയിരുത്തൽ സാമ്പത്തിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനവുമൊക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ ബന്ധുക്കളെയും അമ്മയെയും അതുപോലെ തന്നെ അമ്മൂമ്മയെയും അനിയനെയും താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെയും ഒക്കെ ഇത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നത് അറിയാതെ കേരളം മുഴുവൻ എന്താണിതിൻ്റെ നിജസ്ഥിതി എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. അത് ഉടൻ തന്നെ പോലീസ് നീക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും ഓരോ വീട്ടിലും ഈ മൃതദേഹങ്ങൾ എത്തിച്ച വീട്ടിലൊക്കെ വലിയ തരത്തിലുള്ള ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. അഫ്സാന് മാത്രമാണ് ഒരു പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. അഫ്സാൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് 3 മണിക്ക് വെക്കുമെന്ന് അറിയിച്ച സമയം മുതൽ തന്നെ ഇവിടേക്ക്, ഈ പേരുമലയിലേക്ക് നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ അല്പം വൈകി ഇപ്പോൾ 5 മണിയോടുകൂടിയാണ് മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത്. അല്പസമയത്തിനകം തന്നെ ഈ പൊതുദർശനം പൂർത്തിയാക്കി താഴെ പാങ്ങോടിലേക്ക് മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോകും. 6 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 4 പേരുടെയും സംസ്കാരം താഴെ പാങ്ങോടുള്ള ശ്മശാനത്തിൽ, ഈ പള്ളിയോട് ചേർന്ന ഖബറിസ്ഥാനിലാണ് നടക്കുന്നത്. എന്തായാലും ഖബറടക്കത്തിന് മുമ്പ് അവസാനമായി കാണാനുള്ള കാത്തിരിപ്പിലും തിരക്കിലും ഒക്കെയാണ് ഇവിടെയുള്ള ആളുകൾ ഒക്കെ ഉള്ളത്. ഒരുപാട് പേര് അഫ്സാനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്നുണ്ട്. അതിൽ പല ആളുകളും അഫ്സാനെ നേരിട്ട് പരിചയമുള്ള ആളുകൾ പോലും അല്ല. ഇപ്പോൾ നമ്മൾ പോലും ഇന്നലെ വാർത്തകളിലൂടെ മാത്രമാണ് ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ അഫ്സാന്റെ വിയോഗം ഏറെ വേദനയോടെ കേൾക്കുന്നു. 13 വയസ്സുകാരൻ ഇങ്ങനെ അവൻ്റെ അന്തിമ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അവന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവന് ചുറ്റുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്വന്തം സഹോദരൻ അവനെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തുടരുന്നു. ഉമ്മയാകട്ടെ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കയിലാകുന്ന. ഇനി ആകെ കുടുംബത്തിൽ ബാക്കിയുള്ളത് അവരുടെ പിതാവ് മാത്രമാണ്. അദ്ദേഹത്തിനാണെങ്കിൽ എത്താനുമായിട്ടില്ല. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആരുടെയും സമീപവും സ്നേഹവും അവസാന ചുംബനവും ഇല്ലാതെ ആ 13 വയസ്സുകാരൻ മടങ്ങുക കൂടിയാണ് വിജിൻ. അങ്ങനെ ഒരു വേദന കൂടിയുണ്ട് അവസാന വിയോഗത്തിൽ. അവസാനം അല്പസമയം മുമ്പ് അമ്മ, ഈ ഗുരുതരമായി പരിക്കേറ്റ അമ്മ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആദ്യം ചോദിച്ചത് അഫ്സാൻ എവിടെയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അഫ്സാനോട് അത്രയും സ്നേഹമായിരുന്നു ഉമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇവർക്ക് ഈ ജ്യേഷ്ഠൻ ആഫാനും ഇതേ സ്നേഹം തന്നെയായിരുന്നു അവനോട് പ്രകടിപ്പിക്കുകയും ചെയ്തത്. അവസാനം ഇന്നലെ കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പും അവനെ കൂട്ടി ഒരുമിച്ച് വന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വെള്ളമൊക്കെ വാങ്ങിച്ച് കൊടുത്തത് ശേഷമാണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ്. ഇതിന് ഇത്രമാത്രം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത്. എന്തായാലും ഉമ്മ ആദ്യം ചോദിച്ചത് അഫാനെ പറ്റിയല്ല, അഫ്സാനെ പറ്റിയാണ്. അവൻ എവിടെയുണ്ട് എന്ന് ഉമ്മ ചോദിച്ചു. പക്ഷേ മരിച്ച വിവരം ഉമ്മയെ ആരും അറിയിച്ചിട്ടില്ല. ഇതുവരെ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായ കാര്യവും ഉമ്മയെ അറിയിച്ചിട്ടില്ല. എന്തായാലും അച്ഛൻ്റെ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ സാജിദ ബീഗത്തെയും ഒക്കെ അതിനിഷ്ഠൂരമായി
മാരകമായി കൊലപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ അക്രമം നേരിട്ടത് ലത്തീഫാണ്. ലത്തീഫിൻ്റെ വീട്ടിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടന്നതിൻ്റെ പാടുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. എന്തായാലും ആ ലത്തീഫിൻ്റെ ദേഹത്ത് 30ഓളം വരുന്ന മാരകമായ അക്രമം ഏറ്റതിൻ്റെ പാടുകളും മുറിവുകളും ഒക്കെ ഉണ്ട് എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ നാടിനെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്ന കൊലപാതകം തന്നെയാണ് നടന്നിട്ടുള്ളത്. 6 പേരെയും കൊലപ്പെടുത്തി എന്ന് കരുതിയാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തിയത്. 6 പേരെ താൻ കൊന്നിട്ടുണ്ട് എന്നാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തി റിസപ്ഷനിൽ ആദ്യം തന്നെ പറഞ്ഞത്. അത് ആദ്യഘട്ടത്തിൽ പോലീസ് വിശ്വസിച്ചിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യം ഒക്കെ ഉള്ള ആളാണ് എന്ന ധാരണയിലായിരുന്നു ആ ഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് പോലീസ് വിശദമായി ഓരോ കാര്യങ്ങളും ഇയാൾ പറയാൻ തുടങ്ങിയപ്പോൾ പോലീസിന് സംശയമുണ്ടാവുകയും 3 സ്ഥലത്തേക്കും അപ്പോൾ തന്നെ സംഘത്തെ അയക്കുകയും ഒക്കെ ചെയ്തത്. പോലീസ് ഈ ലത്തീഫിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഫോണിൽ ഒരുപാട് തവണ ലത്തീഫിൻ്റെ മകളും മരുമക്കളും ഒക്കെ വിളിച്ചിരുന്നു. അവരെ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് അവരും ഒരു എന്താണ് സംഭവിച്ചതെന്നറിയാത്ത ആശങ്കയിലായിരുന്നു. ഈ ലത്തീഫിനെ ഇവർ വിളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ അഫാൻ ഈ ഉമ്മയെയും അതുപോലെ തന്നെ ഉമ്മൂമ്മയെയും സഹോദരനെയും ഒക്കെ കൊലപ്പെടുത്തിയ വാർത്തയുണ്ട്, ഇങ്ങനെയൊരു വിവരമുണ്ട് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു അവരെ വിളിച്ചിരുന്നത് ലത്തീഫിനെ. പക്ഷേ ഈ അഫാൻ്റെ ഈ ചുറ്റികയ്ക്ക് ഈ ലത്തീഫും അതുപോലെ തന്നെ ഭാര്യ സാജിദയും പെട്ടിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു കൊലപാതകങ്ങളാണ്. ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാരണം നിലവിൽ ഇത്രയും കാലമായി ഉണ്ടായിട്ടുമില്ല. ഈ അഫാൻ്റെ കുടുംബത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവനെയാണ്. വലിയ വീട് ഒക്കെയാണ് ഇവർക്കുള്ളത്. അത്യാവശ്യം സൗകര്യത്തിൽ തന്നെ ജീവിക്കുന്ന കുടുംബമാണ്. ആ വീട് വിറ്റ് കടം തീർക്കാനൊക്കെ ആലോചന നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ വെറും സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായത് എന്ന് വ്യക്തമല്ല. എന്തായാലും സാമ്പത്തിക പ്രശ്നം മാത്രമായിരിക്കില്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ പോലീസിനും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കാര്യത്തിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുകയും ചെയ്യുന്നത്. അനിയൻ ഉൾപ്പെടെയുള്ളവരെ, ഏറ്റവും സ്നേഹിച്ചിരുന്ന അനിയനെ ഉൾപ്പെടെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താനുള്ള കാരണമെന്ത് എന്ന് തന്നെയാണ് ഇനി വെളിപ്പെടേണ്ടത്. ആ ദുരൂഹതയാണ് നിലവിൽ ഇപ്പോഴും നിൽക്കുന്നത്. നാട്ടുകാരൊക്കെ പറയുന്നത് അഫ്സാൻ ആളുകളോട് നന്നായി ഇടപഴകുന്ന ആൾ തന്നെ ആയിരുന്നു. സമൂഹത്തിൽ നന്നായി ഇറങ്ങിച്ചെന്ന് ഈ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവരോടൊക്കെ ചിരിച്ചും കളിച്ചുമൊക്കെ സംസാരിച്ചും നിൽക്കുന്ന ആളായിരുന്നു. അധ്യാപകരടുത്തും ഒപ്പം തന്നെ കൂട്ടുകാരടുത്തുമൊക്കെ എന്ത് തരത്തിലുള്ള പ്രകോപനമുണ്ടായാലും ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു അഫ്സാൻ എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഏറെ ഇഷ്ടമായിരുന്നു അഫ്സാനെ. അഫ്സാനാണ് ആ കുടുംബത്തിലെ ഏറ്റവും ചെറിയ സന്തതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാത്സല്യം ഉമ്മയ്ക്കും മറ്റ് ബന്ധുക്കൾക്കും ഒപ്പം ഈ കൊലപാതകം നടത്തിയ അഫാനും അവനോടുണ്ടായിരുന്നു. ഉപ്പയുടെ അസാന്നിധ്യത്തിൽ അഫാനായിരുന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. അവൻ്റെ പഠനത്തിൽ ഒക്കെ ഏറെ ശ്രദ്ധ വെച്ചിരുന്നു അഫാൻ എന്താണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഉമ്മയ്ക്കും ആ സ്നേഹം അവനോടും ഒപ്പം തന്നെ അഫാനോടും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഉപ്പ വിളിക്കുന്ന സമയത്തൊക്കെ അഫാനെപ്പറ്റി അന്വേഷിക്കാറുണ്ട് എന്ന് ബന്ധുക്കളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അഫ്സാൻ എന്ന ഈ പിഞ്ചു കുട്ടിയെ എന്തിന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനുൾപ്പെടെയുള്ളവരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള ഊർജിത ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഉള്ളത്. എന്തായാലും ഈ അഫ്സാൻ്റെ പൊതുദർശനം അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. ഇവിടെ ആളുകൾക്കൊക്കെ കാണാനുള്ള സൗകര്യമൊരുക്കി പ്രാർത്ഥന കഴിഞ്ഞായിരിക്കും ഇവിടെ നിന്ന് താഴെ പാങ്ങോടിലെ ഖബറിസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അല്പസമയത്തിനകം അത് കൊണ്ടുപോകും. കാരണം 6 മണിക്കാണ് നിലവിൽ അവിടെ സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മൃതദേഹം എടുക്കും. നിലവിലിവിടെ എ റഹീം MP, വി ജോയി MLA, മറ്റ് MLAമാർ ഉൾപ്പെടെയുള്ളവർ, ഇവിടെയുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മറ്റ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഈ മറ്റ് ജില്ലാ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെയും ഒക്കെ ജനപ്രതിനിധികൾ, അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ അഫ്സാനെ അവസാനമായി ആദരാഞ്ജലി അർപ്പിച്ച് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം എന്തായാലും പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾക്കായി താഴെ പാങ്ങോടിലേക്ക് കൊണ്ടുപോകും. ശരി വിജയൻ, എന്തായാലും പൊതുദർശനം പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സംസ്കാരത്തിലേക്ക് കടക്കും. അഫ്സാന്റെ പൊതുദർശനം, അഫ്സാനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ കുഞ്ഞ് 13 വയസ്സ് മാത്രം പ്രായമുള്ളെങ്കിൽ പോലും ആളുകളുമായി ആ നിലയിൽ ഇടപെടുകയും സ്നേഹബന്ധത്തിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.